ഡിവൈഎഫ്ഐ കായംകുളം 41-ാം വാർഡ് കമ്മിറ്റി അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ 41-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ചിറക്കുളങ്ങര പഴയ ഹോമിയോ ആശുപത്രി സമീപമാണ് ചടങ്ങ് നടന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ബി അബിൻ ഷാ അനുമോദനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും സാധാരണ ജനവിഭാഗങ്ങൾ സ്നേഹത്തോടെ നിൽക്കുന്ന നാട്. അപ്പുറത്ത് മൂലേശ്ശേരിയിലെ പറ വരുമ്പോൾ അതിനെ സ്നേഹിക്കുന്നവർ, പറ കൊടുക്കുന്നവർ എല്ലാവരും, അതിന് മതമൊന്നും നോക്കാറില്ല. മൂലേശ്ശേരിയിലെ ഉത്സവത്തിന് എല്ലാവരും പോകും. പള്ളിയിലെ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഒരു മരണമുണ്ടായാൽ ചേർന്ന് നിൽക്കും. ഇത് മതേതരത്വത്തിന്റെ സാഹോദര്യത്തിന്റെ നാടാണ്. അതുകൊണ്ടാണ് ഈ കേരളത്തെ സായപ്പ് വിളിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇങ്ങനെയാക്കിയതിൽ നവോത്ഥാനത്തിന് പങ്കുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾക്കും വാഗ്ഭടാനന്ദ ഗുരുവിനും അയ്യങ്കാളിക്കും വക്കം അബ്ദുൽ ഖാദർ മൗലവി അടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത നവോത്ഥാന നായകന്മാർ അവർ നടത്തിയ പോരാട്ടങ്ങൾ ഈ നാടിനെ മാറ്റിമറിച്ചു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, EMSന്റെ മന്ത്രിസഭ ഈ നാട്ടിൽ എല്ലാവർക്കും ഭൂമി നൽകി, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി. ഇവിടെ 980-ൽ നായനാരുടെ ഗവൺമെന്റ് എല്ലാവർക്കും പെൻഷൻ നൽകി. 87-ലെ നായനാരുടെ ഗവൺമെന്റ് എല്ലാവർക്കും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി. പിന്നീട് വന്ന VS-ഉം പിണറായിയും നടത്തിയ പ്രവർത്തനങ്ങളെല്ലാമാണ് നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കിയത്. ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഈ വേളയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. സുരേഷ് ഇവിടെ പറഞ്ഞ ഡിവൈഎഫ്ഐയെ കുറിച്ചാണ്. ഞാനും ഡിവൈഎഫ്ഐയുടെ സാധാരണ പ്രവർത്തകനായി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റിയിലും ദീർഘനാൾ പ്രവർത്തിച്ച ഒരാളാണ്. ഇവിടെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനങ്ങളെ ചില ആളുകൾക്ക് ഇപ്പോൾ വല്ലാതെ വിഷമം വരും. ഒരാൾ കഴിഞ്ഞ ദിവസം പറയുന്നു, ഉച്ചയൂണത് നമ്മുടെ പൊതിച്ചോറ് കൊടുക്കേണ്ടതില്ല. എന്തൊരു മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞ ആളിന്റെ മാനസികാവസ്ഥ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. അഖിൽകുമാർ പഠനോപകരണ വിതരണം നിർവഹിച്ചു. ഡോക്ടർ ആഷ്രി ഹാഷർ അധ്യക്ഷത വഹിച്ചു. ഫൈസൽ സ്വാഗതം രേഖപ്പെടുത്തി. S. അഖിൽ, അതുൽജിത്ത്, K. ശിവപ്രസാദ്, O. ഹാലിദ്, അഡ്വക്കേറ്റ് G. വസന്തകുമാരിയമ്മ, ഷൈജു ബാബു, അനി കാടാശ്ശേരി, അസർ ഷാഹിർ, ഷെരീഫ്, അബീസ്, കമർ, ജിഷാർ എന്നിവർ സംസാരിച്ചു. അൻവർ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.